وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ആരാണ് അല്ലാഹു? അൽഹംദുലില്ലാഹി സദഖന വഅദഹു, സ്വർഗ്ഗം തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തവാൻ പാലിച്ചു. വഅൗറസനൽ അർള്, ഭൂമി വീണ്ടും നമുക്ക് അനന്തരമാക്കി തന്നു. അവിടെ തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ ഒരു വേള മനുഷ്യൻ ചിന്തിച്ചു, ഇതെന്താണോ, ഭൂമിനെയാണോ? നതബവ്വഉ മിനൽ ജന്നതി. പിന്നെ മനസ്സിലാവും സ്വർഗം, അടുത്ത വാക്കിൽ സ്വർഗം എന്ന് പറയും. പക്ഷെ കാണുന്ന മാത്രയിൽ പറഞ്ഞത് ഭൂമീന. എന്താ കാണുന്നത്? സ്വർഗം. പക്ഷെ കണ്ട മാത്രമേ തോന്നുന്നത് എന്താ? ഭൂമി. ഒരു സെക്കൻഡ് കൊണ്ട് സ്വർഗം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, സ്വർഗത്തിനെ കാണുമ്പോൾ ഭൂമിയെ ധരിക്കാൻ കാരണം സ്വർഗത്തിന് സമാനമാണ് എന്ത്? ഭൂമി. അങ്ങനത്തെ ഒരു സ്ഥലത്ത് തന്നെ പടച്ചു, സൗകര്യം ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു? ഇവിടെ ഉള്ളത് മാത്രം കഴിച്ച് നേരെ കളയരുത്. ഇവിടെ നിന്ന് എന്താ വേണ്ടത്? ബോധം ഉണ്ടാവണം. ആവശ്യം മാത്രം എടുത്തോ. എയർപോർട്ടിൽ എന്താണെങ്കിലും ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് 30 കിലോന്റെ അപ്പുറം എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് കടത്തി വിടൂല, പൈസ കൊടുത്താലും കടത്തി വിടൂല എന്ന് പാസഞ്ചർക്ക് ടിക്കറ്റിൽ എഴുതിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ള 30 കിലോ അത്രയല്ലേ എടുക്കേണ്ടുള്ളൂ? പറയും മോനെ, 30 കിലോ അവനെ ഒരു ബേജാറില്ല, അവന് അയക്കേണ്ടി ഒന്നും വന്നില്ല. 31.5 കിലോ അല്ല, നീ 1.5 കിലോ അയച്ചു പുറത്താക്കാൻ ഒന്നുമില്ല. അവന് 30 കിലോ ഉള്ളൂ, ഒരു വഴിയില്ല. നിനക്ക് എന്തുണ്ടായ മതി? ബോധം വേണം. എത്ര സ്ഥലത്ത് ഖുർആൻ ബോധത്തെ പറ്റി പറയുന്നത്? എത്രയോ. കല്ലാ ഇലാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇൻ ബിജഹന്നം യൗമഇൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹുൽ ദിക്റാ. ഭൂമിയെ ഇടിച്ച് പൊട്ടിച്ച് തൂളിയാക്കപ്പെടും. റബ്ബിന്റെ കൽപ്പന വരും. ആ കൽപ്പന നടപ്പിലാക്കാൻ മലക്കുകൾ അണിയണിയായി നിൽക്കും. ആ സന്ദർഭത്തിൽ കൊണ്ടുവരപ്പെടും ജഹന്നം, നരകത്ത്. ഇൻസാൻ, ആ നരകത്തെ കാണുമ്പോൾ മനുഷ്യർക്ക് ബോധമുണ്ടാവും. അന്ന് ബോധമുണ്ടായിട്ട് ഒരു കാര്യമില്ല. ബോധം നേരത്തെ ഉണ്ടാവണം. അറിവെല്ലാം ഉണ്ട്. എന്താ വേണ്ട? ഇന്ന് അറിവുണ്ട്, എന്തില്ല? ബോധമില്ല. എല്ലാവർക്കും അറിവുണ്ട്. ഇന്നിപ്പോൾ ക്ലാസ്സിന് ഞാൻ വന്നിട്ടില്ലെങ്കിൽ തൽക്കാലം ഒരാൾക്ക് കയറി നായറ്റോ അരിത്തൊക്കെ ഓതാൻ പറ്റിയ ഹാഫ് കൈയുള്ള കുപ്പായിട്ട് ഒരു ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും. മോടിയൊന്നും വേണ്ട. എന്നാലും ഇതുവരെ കേട്ടിന്നൊരു വയറിൽ നമുക്ക് പറയാലോ എന്ന് പറഞ്ഞ് കയറാൻ പറ്റുമല്ലോ. ഒക്കെ ആയത്തിൻ്റെ തെജീദൊക്കെ തെറ്റിയാലും ഹദീസിൻ്റെ സ്രാവിയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു ഇന്നമല്ല അമാല് ബിന്നിയാത്തും പറഞ്ഞ് ഒരു 3/4 മണിക്കൂർ വയറു പറയാൻ പറ്റിയ അത്രയല്ലേ ഉള്ളൂ. അതൊക്കെ ഉണ്ടോ? ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും വിവരമുണ്ട്. എന്തില്ല? ബോധം മൂല്യരിക്കാനില്ല. വേണ്ട വേറൊക്കെ ബോധമുള്ളവർക്ക് അള്ളാഹു കൊടുത്ത സുഖം നോക്കി നീ വഞ്ചിതനാകണ്ട. ബോധമുള്ളവർക്ക് അള്ളാഹു പലതും കൊടുക്കും. അവർക്ക് ബോധം വിട്ടുപോല. ഒരു നിലക്ക് പരിധി വിട്ട് അള്ളാഹു നമുക്ക് തരാത്തത് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹമാണ്. കാരണം പിന്നെ നമുക്ക് നന്നാക്കാൻ കഴിയില്ല. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത നിഅമത്ത് മുഴുവനും കൂടി നമുക്കെങ്ങനെ തന്നാൽ, നമ്മളെ ഒരു ദിവസം ഈ അഗ്നികുണ്ഡത്തിന് രക്ഷപ്പെടുത്തിയാൽ പിന്നെ പറയും നമ്മളൊരു അഗ്നികുണ്ഡത്തിൽ പോയി കരിഞ്ഞില്ല, പിന്നെ അവിടുന്ന് നിസ്കരിച്ചു, ആ നാട്ടിലൊക്കെ കാണുകയും ചെയ്തു. പിന്നെ എല്ലാ ദ്വാ സമ്മേളനത്തിനും കന്നിമാസത്തിന് തവള വരുമ്പത്തിരിക്കണമായി കയറി മുത്തിരിക്കണ പണിയൊക്കെ നമുക്ക്. പിന്നെ ബുക്ക് ചെയ്യും ഓരോരുത്തർ. ആ കരിയാത്ത മുപ്പരും കൂടി കൊണ്ടുവരും നമുക്ക്. മുപ്പര് പിന്നെ തവള ഇങ്ങനെ ചേറുള്ള കണ്ടത്തിൽ തവള മേലെ കയറി കുത്തിരും. ഇത് പിന്നെ മുപ്പര് ഇങ്ങനെ കയറി കുത്തിരും. എന്നെ മുപ്പരാണോ വലിയ പപ്പയാണ്. ഒരു ദ്വാ സമ്മേളനത്തിന് ഇബ്രാഹിം നബി പോയില്ല. നമ്മളെങ്ങനെ അള്ളാഹു തആല അഗ്നികുണ്ഡത്തിനെ രക്ഷപ്പെടുത്തിക്കണമെങ്കിൽ നമുക്ക് ദ്വാ സമ്മേളനം അല്ലാതെ പിന്നെ നിസ്കരിക്കാൻ വരെ നേരം ഉണ്ടാവില്ല.
ഇവിടെ രക്ഷപ്പെടുത്താത്ത അൽഹംദുലില്ലാഹ്. അത് അല്ലാഹു നമുക്ക് ചെയ്തെന്ന് പറയടോ, അനുഗ്രഹമാണ്. പോരാ, അനുഗ്രഹമാണ്. നമ്മളെ പ്രശ്നം ബോധമില്ലായ്മയാണ്. നമുക്കെല്ലാം ഉണ്ട്, ബോധമല്ല. ഇബ്രാഹിം നബിക്ക് ബോധമുണ്ട്, പിന്നെ അല്ലാഹ് എല്ലാം കൊടുക്കാലോ. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കുള്ള ബോധം കൊടുത്തിൽ ബോധം ആ ആളെ തൊട്ടവർക്കൊക്കെ ബോധം കൊടുത്തു. 15 വയസ്സാണ് തന്നെക്കാൾ കൂടുതൽ ഖദീജ ബീവിക്ക് ബോധം കൊടുത്തു. കഴിഞ്ഞ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഖദീജ ബീവിക്ക് വേണ്ടി ഫാത്തിഹ കൈവക്കാം. 1 2 3 4 5 6 എല്ലാ ദിവസവും നമ്മളുമ്മ ഖദീജ ബീവിയാണ്. അവർ ഖദീജത്തുൽ കുബ്രയാണ്. അവരെ മറക്കരുത്. അവർ മറന്നാൽ ഈമാൻ നഷ്ടപ്പെടും. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് ആദ്യം നബിയോട് തന്നെ പറഞ്ഞത് ഖദീജ ബീവിയാണ്. റളിയല്ലാഹു അൻഹ. ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ അനുഗ്രഹം ഖദീജ ബീവിയാണ്. ഖദീജ ബീവി മറക്കരുത് റളിയല്ലാഹു അൻഹ. മനസ്സിലാവേണ്ട പറഞ്ഞത്. ഈ ഖദീജ ബീവിക്ക് ബോധമുണ്ട്. 9 മുഴയുള്ളൂ. സ്വന്തം വീട്ടിൽ നിന്ന് കഅബയിലേക്ക് ഇന്നലെ കഅബക്ക് തവാഫ് ചെയ്യാൻ പോയില്ല. എന്തേ? ബോധമുണ്ട്. അവിടെ എനിക്കിഷ്ടമില്ലാത്തതാണ്, വേണ്ട. ചിന്തിക്ക്. ബോധം വേണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ബോധമുണ്ട്. എന്നിട്ട് നാട്ടുകാർ, മുശ്രിക്കീങ്ങളായ നാട്ടുകാർ ഖദീജ ബീവി കോമനപ്പേര് നൽകി അത്വാഹിറ, പരിശുദ്ധയായ പെണ്ണ്. ഈ ലാത്തക്കും ഉസ്സക്കും തവാഫ് ചെയ്യുന്നവർ ഖദീജ ബീവിയെ ത്വാഹിറ എന്ന് വിളിച്ചു. എന്തുകൊണ്ട്? ഇവർക്കറിയാം, ഇവരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. ത്വാഹിറ എന്ന് പേര് എടുത്തു. ആർക്ക് പറയേ? ഖദീജ ബീവിക്ക് മക്കൾക്ക് കൊടുത്ത പേരാണ് അത്വാഹിറ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനിപ്പിക്കണം. വളരെ മനുഷ്യന് ബോധം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന ബോധം വേണം. പിന്നൊന്നും വേണ്ട, ഉണ്ടായാലും മതി. അവർ ബോധമുള്ളവർക്ക് അള്ളാഹുവിനോട് മൂസാ നബി ഒരാൾ ദുആ ചെയ്യുന്നത് കേട്ടപ്പോൾ മൂസാ നബി അയാളോട് എന്ത് ദുആ എന്ന്. അപ്പം അള്ളാഹ് പറഞ്ഞു, വിട്ടുള്ള അയാളെ തിന്നില്ല. ഞാൻ മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഞാൻ ഈ ഖൈറിൽ നിന്ന് അങ്ങനെ തന്നെ കിതാബിനെ വായിക്കും. أن بني إسرائيل قحطوا 7 سنين فخرج سيدنا موسى عليه السلام ب70,000 من بني إسرائيل ليستسقى لهم فأوحى الله إليه. نرضوك يقاضي النوايكنا ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു ഈ ഖാദിൽ ഹിക്മന്റെ വ്യാഖ്യാനത്തിൽ പറയാം. ഞാൻ ഹിക്മന്റെ വ്യാഖ്യാനം വായിക്കാം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് 7 വർഷം വെള്ളം കിട്ടിയില്ല, മഴ പെയ്തില്ല ഇസ്രായേലി ജനതയിലേക്ക്. അപ്പോൾ പറഞ്ഞ മനസ്സിലായില്ലേ നോഫിൽ? എന്താ പറഞ്ഞേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഇസ്രായേലികൾക്ക് 7 വർഷം വെള്ളം കിട്ടില്ല. അവർ അക്രമത്തമ്മാടിത്തരം കാല ജനത പറഞ്ഞ നന്നാവാത്ത ജനതയാണ്. അപ്പോൾ മൂസാ നബി എന്ത് തീരുമാനിച്ചു? 70,000 ആളുകളെയും കൂട്ടി മരുഭൂമിയിൽ പോയി ദ്വാരക്കുക. എത്ര ദ്വാരക്കാൻ പോവുകയാണ്, ശിർക്ക് ചെയ്യാൻ പോവുകയല്ല, ദ്വാരക്കാൻ പോവുകയാണ്. എത്ര? 70,000. കിതാബിന് അങ്ങനെ തന്നെ വായിക്കുക. ഫഖറജ സയ്യിദുനാ മൂസ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറപ്പെട്ടു. ബി70,000 മിൻ ബനി ഇസ്രായേൽ. ബനി ഇസ്രായേലിൽ നിന്നുള്ള 70,000 കൊണ്ട് പുറപ്പെട്ടു. ലിയുസ്തസ്ഖാ ലഹും, അവർക്ക് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി 70,000 ആളുകളെയും കൊണ്ട് മരുഭൂമിയിലേക്ക് പോയി സയ്യിദുനാ മൂസാ അലൈഹി സ്വലാം. ഫഅവഹ അല്ലാഹു ഇലൈഹി. അപ്പോൾ മൂസാ നബിക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു. കൈഫ അസ്തജീബു ലഹും വഖദ് അള്ളലമത് അലൈഹിം ദുനൂബുഹും വസറായിറുഹും ഖബീസ. ഈ 70,000 വന്നിട്ട് എന്നോട് തകർന്നിട്ടൊന്നും ഒരു തുള്ളി വെള്ളം പൊട്ടെന്ന് വിചാരിക്കണ്ട മൂസ. എങ്ങനെ അതിന് മാത്രം വലിയ തമ്മാടികളായി ഇവര്. ഇവരെ ഉള്ളിന്റെ ഉള്ളിൽ പറയും വേണ്ട, ഖബീത്ത് വൃത്തിയാണ്. ഈ തൽക്കാലം ഒരു ഒന്നെടുത്തിട്ട് തന്നെ അവരെ രഹസ്യങ്ങൾ ചീത്തയാണ്. വൃത്തിയേടാണ് അവരെ കൽബ് മുഴുവനും. പിന്നെ ഞാൻ അവർക്ക് എങ്ങനെ ഉത്തരം കൊടുക്കും? മനസ്സിലാവണ്ടേ പറഞ്ഞത്? ഞാനെങ്ങനെ ഞാൻ എങ്ങനെയാണ് അവർക്ക് ഉത്തരം കൊടുക്കുക? ആചാര്യത്തമ്മാടികളല്ലേ ഈ വരുന്ന ആളുകൾ മുഴുവനും.
അവർക്ക് എന്റെ ശിക്ഷയിൽ പേടിയില്ല, അവർക്കായിട്ട് ഞാൻ ചെയ്തു തരുമെന്ന് ഉറപ്പില്ല. നമുക്കൊന്ന് നോക്കുക. ഏതായാലും വെള്ളമല്ല, എന്നാ നമുക്കൊന്ന് പറയാ. അവര് പുറപ്പെടുമ്പോ അവരെന്താണ് ഓരോ പെണ്ണുങ്ങളോട് പറയുന്നത്? എന്ത്? ഇപ്പൊ മൂസാന്റെ ഒരു കുറുങ്കൗശലാണ്, പോയി നോക്കുക. അവർ എന്നോട് ദ്വാരക്കാണ്, അവർക്ക് എന്തില്ല? ദ്വാരനാൽ ഉത്തരം ഉറപ്പാണ് എന്ന ഉറപ്പൊന്നും അവർക്ക് ഇല്ല. എന്റെ ശിക്ഷയെ അവർക്ക് പേടിയില്ല. ഒരു പല പണിയെടുത്ത് നോക്കി, മഴ ചെയ്യണില്ല. അപ്പൊ മൂസ പറഞ്ഞു അള്ളാഹോട് ദ്വാർന്നാ മതി. ആയിക്കോട്ടെ. ഇപ്പൊ മൂസ പറഞ്ഞു ദ്വാർന്നില്ല, അയും വേണ്ട. 70,000 മണ്ണ് ദ്വാർന്നിട്ടൊന്നും മുന്നോട്ട് ദ്വാർന്നിട്ട് കാര്യമില്ല, വെള്ളം കൊടുക്കൂലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തിരിച്ചു പോ, നാട്ടിലേക്ക് തിരിച്ചു പോ. മരുഭൂമിയിലെ ദ്വാര നിർത്ത്, നാട്ടിലേക്ക് തിരിച്ചു പോ. ഇസ്രായേലികളുടെ കൂട്ടത്തിൽ ബറഹ് എന്ന പേരിൽ ഒരാളുണ്ട്, അയാളോടൊന്ന് ദ്വാരക്കാൻ പറഞ്ഞതാ. ഇതിന്റെ കൂടെ അല്ലേ വഴിയറിയിക്കാണ്? ആര് പറയാ? ആര്? അല്ലാഹു തആല. ആർക്ക്? മൂസ നബിക്ക്. മൂസ തിരിച്ചു പോ, അവരോടൊക്കെ പോയി പാൽക്കാൻ പറയേ. അവർ ദ്വാരന്നിട്ട് കാര്യമില്ല, ഒരു തുള്ളി വെള്ളം താഴ്ത്തി വരില്ല. അവർക്കിടയിൽ ബറഹ് എന്ന പേരിൽ ഒരാളുണ്ട്, അയാളോട് ദ്വാരക്കാൻ പറയാ. അയാൾ പുറത്തു വരട്ടെ, അയാൾക്ക് ഉത്തരം നൽകപ്പെടും. മനസ്സിലായില്ലേ? അവർക്ക് ഉത്തരം അയാൾക്ക് ഉത്തരം നൽകപ്പെടും. അയാൾ പുറത്തു വരട്ടെ, അയാൾ ഉള്ളിനുള്ളിലാണ്. അയാളെ കണ്ടുപിടിക്ക്, എന്നിട്ട് അയാളെ പുറപ്പെടുക്ക്, എന്നിട്ട് അയാളോട് ദ്വാരക്കാൻ പറയാം. എന്താ പേര്? ബറഹ് റളിയല്ലാഹു അൻഹു. ദ്വാരക്കാൻ വേണ്ടി പറയാറ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു മൂസാ നബി അലൈഹി സ്വലാം ജനങ്ങളോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ബറഹിനെ അറിയോ? അപ്പൊ എല്ലാവരും പറയും, അങ്ങനത്തെ ഒരാളെ നിങ്ങൾ അറിയില്ല. ബറഹോ? എന്ത് ബറഹ്? പള്ളി കമ്മിറ്റിയിലൊന്നും മേലില്ല, ജനറൽ ബോഡിയിലും ഇല്ല, പള്ളി കമ്മിറ്റിയില്ല, മദ്രസ കമ്മിറ്റിയിലും ഇല്ല, ഒന്നുമില്ല. ഒളിയത്തിന് ഇറച്ചി ഏറിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തല്ലുണ്ടാക്കാനോ അതിനൊന്നും അയാളില്ല, അവിടെ ഒന്നും അയാളില്ല. പിന്നെ ഇപ്പം എന്ത്? ഞങ്ങൾ അങ്ങനത്തെ ഒരാളറിയില്ല മൂസാ. ഞങ്ങൾക്ക് ദ്വാരക്കണം, ഞങ്ങളൊന്നും കൂടി പോകുന്നേരം, അല്ലാതെ ഞങ്ങളെക്കാളും വലിയൊരു ബറഹനെന്ന് പറയാൻ ഞങ്ങൾക്കറിയില്ല. അങ്ങനെ മൂസാ നബി അന്വേഷിച്ച് നടന്നു. ഈ ബറഹനെ കിട്ടണോ? അല്ലാഹു വഴി അറിഞ്ഞാൽ, അല്ലാഹു വഴി അറിയിച്ചോണ്ട് അങ്ങനത്തെ ഒരാൾ ഇവിടെ പറയേ, അങ്ങനത്തെ ഒരാൾ ഇവിടെ ഉണ്ട്, നീ കണ്ടെത്തിയാൽ മതി, അതിന്റെ ഉത്തരവാദിത്തല്ലേ. അങ്ങനെ അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഒരു വഴിയിൽ നടന്നു നോക്കുമ്പോൾ അസ്വദ, ഒരു കറുകറുത്ത അടിമയെ കണ്ടു. ഇസ്തഖ്ബലഹു, അയാളുടെ മുന്നിൽ ബൈന ഐനൈഹി തുറാബു മിന സുജൂദ്, അയാളെ നെറ്റിത്തടത്തിൽ അപ്പോഴും എന്തുണ്ട്? സുജൂദിന്റെ മണ്ണുണ്ട് എന്ന്. കഴുത്തിലൊരു പുതപ്പ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് എന്ന്. ഫഅറഫഹു മൂസ അലൈഹിസ്സലാം, അപ്പോൾ മൂസാ നബിക്ക് മനസ്സിലായി ഇത് ആളെന്നായിരിക്കും. ഫസല്ലമ അലൈഹി, അപ്പോൾ സലാം പറഞ്ഞു. ഫഖാല, മൂസാ നബി ചോദിച്ചു, മസ്മുക, നിങ്ങളെ പേരെന്താ? ഫഖാല, അയാൾ പറഞ്ഞു ബറഹ്, എൻ്റെ പേര് ബറഹൻ. ഓ. ഫഖാല ലഹു മുദ്ഹീൻ വഅന അത്ലുബുക, ഞാൻ കുറച്ച് കാലമായി നിങ്ങൾ അന്വേഷിക്കാം. ഉഖ്റുജ് ഫസ്തസ്ഖലന, നിങ്ങളൊന്ന് മരുഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് പറയാൻ ഒന്ന് ദ്വാരക്കി ബറഹ്, നിങ്ങൾ പേർന്നാൽ നാട്ടിലേക്ക് മഴ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബറഹ് മൂസാ നബിയെ കൽപ്പിച്ച നബിയല്ലേ, മനസ്സിലാവുണ്ട് പറഞ്ഞത്. നിന്റെ അർത്ഥം മൂസാ നബി ദ്വാരന്ന ഉത്തരം കിട്ടൂല എന്നല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. ഞാൻ എന്തല്ലാത്തൊരു അങ്ങനെ മനസ്സിലാക്കും. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. നബിമാർ ഇവിടുന്ന് പോയാലും ഇങ്ങനത്തെ ജനത ഉണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? വെള്ളമുണ്ട്. പറയായി ഞാനടായി ചരിത്രം എടുത്തിരിക്കുന്നത്. നബിമാരെന്നെ വേണ്ട, അങ്ങനെ നബിമാർ വരെ ദ്വാർപ്പിച്ച ജനത ഇവിടെ ഉണ്ട്. അവർ നബിയല്ല, പക്ഷെ ഒരു ദ്വാക്ക് ഉത്തരം ഉണ്ടാവും. നിങ്ങളൊന്ന് ദ്വാരക്കിന്ന് പറഞ്ഞു. അങ്ങനെ ആളോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. അയാൾ വന്നു, അയാൾ ആ മരുഭൂമിയിലേക്ക് വന്നു. അങ്ങനെ അയാൾ ദ്വാരക്കാൻ വന്നു. തൊട്ടടുത്ത് ഇരിക്കണം ആര്? മൂസാ നബി. ഇയാൾ ദ്വാരക്കുക, ഇയാൾ ദ്വാരക്കണം. എന്താണെന്നറിയും? മഹാദമിൻ ഫാലിക്, ഇതൊന്നും നീ ചെയ്യേണ്ട പണിയല്ല. ആരോടെ പറയണം അല്ലേ? മനുഷ്യന്മാരെയൊക്കെ കഷ്ടപ്പെടുത്തി വെള്ളം കൊടുക്കാക്ക, ഇതൊന്നും വിശ്വസിച്ചെടുക്കേണ്ട പണിയല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇതൊന്നും നീ വിധിക്കേണ്ട വിധിയല്ല. അല്ല, ഞാനോട് പറഞ്ഞാൽ ഇയാൾ പഠിച്ചോ തന്നെ, പക്ഷെ ഞാൻ എന്നോട് പറയാം, എന്ത് ഇതൊന്നും ചെയ്യേണ്ട പണിയല്ല, ഈ വിധിക്കേണ്ട വിധിയല്ല. ഇങ്ങനെ ചെയ്യുന്ന ഒരാളായിട്ട് നിന്നെ അറിയപ്പെട്ടിട്ടില്ല. വാരിക്കുരി കൊടുക്കണമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല മനുഷ്യന്മാരെ മായും വെള്ളം കൊടുക്കാതെ അങ്ങനെ കഷ്ടപ്പെടുത്താൻ അങ്ങനെ ഞങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല.
അല്ല എന്നെ വെള്ളം കുറഞ്ഞു, വെള്ളമില്ലേ? അല്ല എനിക്ക് എന്താ പറ്റി? അനക്കസത്തെ ആലേക്ക് അഴുയൂന് മായിക്ക്, നിനക്ക് വെള്ളം എന്ന് പറയുമ്പോൾ വെള്ളം കിട്ടണ അതിപ്പോ പറ്റ കഴിഞ്ഞോ? ആരോടൊപ്പം പറയണേ? പ്രത്യക്ഷത്തിൽ നോക്കിയ കുഫ്രല്ലേ? അല്ല എന്റെ വെള്ളം വരുന്ന അസലൊക്കെ അതൊക്കെ അടഞ്ഞോ? അതിപ്പോ വെള്ളമൊക്കെ തീരെ കിട്ടാതെ ആയോ? മേഘത്തിനെയും വഹിച്ചിട്ട് ആ നേരെ ഞങ്ങളെ ഗ്രാമത്തിന്റെ മേലെ വരാൻ വേണ്ടി നീ മേഘത്തോട് പറഞ്ഞാൽ മേഘപ്പ നിനക്ക് ഒയ്പ്പെടാതെയായോ? നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ല. കാറ്റുകൾ നിനക്ക് ഒയ്പ്പെടാതെയായോ? കാറ്റാണ് എന്തിനെ കൊണ്ടുവരിക? എന്തായിരിക്കണേ? മേഘത്തെ കൊണ്ടുവരേണ്ട ആരാ? കാറ്റല്ലേ? ഞങ്ങൾ കുറെ കാലമായി പറയും വെള്ളം വെള്ളം വെള്ളം. കാറ്റ് വരില്ലല്ലോ. എന്തേ ഈ പറഞ്ഞ കാറ്റ് കേൾക്കാനായിട്ടുണ്ടോ? എല്ലാവരും പറഞ്ഞാ എന്താ ഇവിടെ പരിപാടി? അല്ല നിന്റെ ഉള്ളതൊക്കെ പറ്റിയോ? അമിഷ്ടതായ അല്ല ദോഷികളോട് എല്ലാവർക്കും പുറത്തു കൊടുക്കാന്ന് പറഞ്ഞ ഇപ്പൊ പുറത്തു കൊടുക്കുന്ന പണിയാണ് നിർത്തിയോ? ദോഷികളോടൊക്കെ അത്രയും നിനക്ക് ദേഷ്യായോ? നിനക്കാണ് ദേഷ്യം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇവ എന്തായി കണ്ടത്? എത്ര പേച്ച് തെറ്റിയതാലും ഇജ്ജ് പുറത്തു കൊടുക്കണമെന്നാണോന്നല്ലേ ഞങ്ങളോട് പറഞ്ഞേ. ഇതിപ്പോ എന്തപ്പോ മനസ്സിലായില്ലേ? ഏത് തെറ്റ് ചെയ്താലും പുറത്തു കൊടുക്കാന്ന് പറഞ്ഞ ഇപ്പൊ എന്താ ഏത് കളിയെ കളിക്കണേ? നീ റഹ്മത്തിനെ പഠിച്ചു. റഹ്മത്തിനോട് പറഞ്ഞു എല്ലാവർക്കും കൊടുക്കണേ എന്ന് ഇജ്ജനെ പറഞ്ഞു. ഈ റഹ്മത്തിനെ പഠിച്ചു. ഈ റഹ്മത്തിനോട് പറഞ്ഞു എല്ലാവർക്കും കൊടുക്കണേ എന്ന് റഹ്മത്തിനോട് പറയും ചെയ്തു. എന്നിട്ടോ എന്നിട്ട് ഇജ്ജ് ചെയ്തിന് ഇജ്ജനെതിരെയാവും. എന്തൊരു പരിപാടിയാ? മനസ്സിലായില്ല. റഹ്മത്തിനെ പഠിക്കുക. എന്നിട്ട് റഹ്മത്തിനോട് എന്ത് പറയാ? ആര് ചോദിച്ചാലും കൊടുക്കണം. ഇപ്പുറത്ത് തിരിഞ്ഞു പറയാൻ കൊടുക്കണം കേട്ടോ. എന്തൊരു പരിപാടിയാ? ജനെ ഞങ്ങളെ കേക്ക് ഒന്ന് പറയാ, പിന്നെ വേറൊന്ന് ഇജനെ ചെയ്യാ. ഇതൊന്നും പടച്ചോ ചെയ്യേണ്ട പണിയല്ലട്ട എന്ന് അല്ല. ഇത് ചെയ്തെന്ന വല്ല നഷ്ടമുണ്ട് നിനക്ക് പേടിയുണ്ടോ? ശിക്ഷിച്ചാളാ. ഞങ്ങൾക്ക് വല്ല ഉപകാരം ചെയ്തെന്നാൽ നിനക്ക് നഷ്ടം പറ്റുമോ? എന്നാ വേഗം ഞങ്ങളെ ശിക്ഷിച്ചാളാ. കഴിഞ്ഞില്ല. ബനു ഇസ്രായേൽ ബിൽ ഖത്രി മഴ അങ്ങോട്ട് പൊള്ളിഞ്ഞാടി ചാടി. നാടാകെ മഴ പെയ്തപ്പോഴത്തിന് എന്തായി? അങ്ങോട്ട് മുളച്ചു. ചെടികളും സസ്യങ്ങളും തോട്ടങ്ങളും അങ്ങോട്ട് മുളച്ചു. അങ്ങോട്ട് പെട്ടെന്ന് മഴ പെയ്തപ്പോഴത്തിന് മുള പൊട്ടി നാടാകെ പച്ചപ്പായി. പെട്ടെന്ന് ഒരു ദിവസത്തിൻ്റെ പകുതിയായപ്പോഴത്തിന് ഒരു വാനം കയറിയവൻ്റെ കാലിൽ തട്ടാൻ മാത്രം പുല്ല് വളർന്നു. ഫീനിസ്മയോമിൻ. എന്തുകൊണ്ട്? പറ ഇത് കറാമത്തിൻ്റെ വെള്ളമാണ്. അതുകൊണ്ട് പറയാൻ ഒരു ദിവസത്തിൻ്റെ പകുതി കൊണ്ട് ഹത്ത യസീർ റാക്കിബു, ഒരു ഒട്ടകപ്പുറത്തിരിക്കുന്നവൻ്റെ കാലിൽ എന്ത് തട്ടും? പുല്ലിന്റെ തലപ്പ് തട്ടും. അക്കോലത്തിൽ പുല്ലും സസ്യവും ചെടിയും തോട്ടവും അങ്ങോട്ട് വളർന്നു. വാട്ടി മനോഹരം, ഒരു പാരഡൈസ് പോലെയായി. ഒന്നായിട്ട് നാടാകെ അങ്ങോട്ട് ഭംഗിയായി. ബറഖ് പിന്നെ പുറപ്പെട്ടു. മനസ്സിലായില്ലേ? ബറഖ് പോയി. ബറഖ് അവിടെ ഒന്നില്ല, ഉത്തരവാദിത്തം കഴിഞ്ഞു പോയി. മൂസ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നാലെ കൂടി വന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, മഹാദൽ ഖിതാബുല്ലദീ ഖതബ്ത ബിഹിൽ ഹഖ. പടച്ചോനോടൊക്കെ എങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾ എന്ത് വർത്താനം? മഴയോടക്കട്ടെ, എന്ത് വർത്താനങ്ങളീ പറഞ്ഞേ? ോടൊക്കെ ഇങ്ങനെ വർത്താനം പറയാൻ പറ്റും? നിങ്ങൾ എന്താ വിചാരിച്ച്? അല്ലെ എൻ്റെ വെള്ളമൊക്കെ പറ്റിയോന്നോ? നിങ്ങൾ ആരോട് ചോദിച്ച്? പറ അള്ളാഹിനോട്. ഇജന്ന് ചെയ്ത പണിയല്ല, എൻ്റെ വെള്ളമൊക്കെ പറ്റിപ്പോയോ? റഹ്മത്തിനോട് കൊടുക്കണം എന്ന് പറയാം. എന്നിട്ട് ഇജന്നെ അപ്പുറത്തുനിന്ന് എതിരി കാട്ടുക. ആ ജാതി പരിപാടിയൊന്നും ഇജന്നെ പോലത്തെ ആളുകൾ ചെയ്യാൻ പാടില്ലല്ലോ. നിങ്ങൾ എന്താ മനുഷ്യ വിചാരിച്ച്? മഴയൊക്കെ കൊടുക്കട്ടെ, നിങ്ങളിപ്പോൾ കവറാണ് പണിയെല്ലാം എടുത്ത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല വഹി അറിയിച്ചു, വിട് അയാൾ വർത്താനം പറഞ്ഞ് നിൽക്കണ്ട. അയാൾ ദുആ തുടങ്ങിയാൽ എനിക്ക് ചിരി വരും. ഞാൻ അയാൾ ദുആ കേൾക്കാനാണ് ഒന്ന് ദ്വാരപ്പിക്കാൻ പറഞ്ഞത്. ആ ദുആ കേട്ട സന്തോഷത്തിൽ ഞങ്ങൾക്ക് വെള്ളം തന്നതാ. എങ്ങനെയുണ്ട്? നിങ്ങൾ പറയണം. ഈ നാട്ടുകാരൊക്കെ ഫത്വ കമ്മിറ്റി കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഏരിയതൊക്കെ നേരെ ഫത്വ കമ്മിറ്റി കൊടുത്താൽ, ഇന്നാലിൻ്റെ ഫത്വ കമ്മിറ്റി എന്നല്ല, ഇനിയിപ്പോൾ ഏതെങ്കിലും ഫത്വ കമ്മിറ്റി ചൂടാണ്ട, ഏതെങ്കിലും മക്കത്തെ ഫത്വ കമ്മിറ്റി കൊടുക്കുക നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇത് ഈ ഏരിയയിൽ നമ്മൾ മക്കത്തെ ഫത്വ കമ്മിറ്റി കൊടുത്താൽ ഉടനെ എന്താ വിധിക്കുക? മഴയൊക്കെ പെയ്തിട്ടുണ്ട്, പക്ഷെ മൂപ്പര് കാഫറ. എന്ത് വാർത്താനാ പഠിച്ചനോട് പറഞ്ഞ്?
എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? മൂമിനായ ഞങ്ങൾ വരുന്ന ഒരു തുള്ളി വെള്ളം കിട്ടുമോ? ഇല്ല. എന്തേ? അയാളും റബ്ബും തമ്മിൽ എന്തില്ല? അകലില്ല. അയാൾ പണിയെടുക്കുന്നത് ആർക്കാണ്? റബ്ബിനാണ്. അപ്പൊ പറയാ, കൊല്ലങ്ങളായി 40 കൊല്ലമായി തോട്ടത്തിൽ പണിയെടുക്കുന്ന ഒറിജിനൽ ആത്മാർത്ഥമുള്ള തോട്ടക്കാരന് ഒരാഴ്ച മുതലാളി തോട്ടത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? അയാളുടെ കൈക്കോട്ടും വെട്ടെത്തി മുഴുവൻ കീസിലിട്ടിട്ട് അയാൾ വന്ന് പെരി പോയി. മുതലാളി കാണാൻ തന്നെ വന്നില്ല. പിറ്റേത്തെ ആഴ്ച മുതലാളി തോട്ടത്തിലൊന്നും പമ്പൻ അവിടെ ഇല്ല. അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ നാട്ടിൽ പോയി. അപ്പോൾ മുതലാളി ആളെ വീട്ടിൽ പോയി. അപ്പോൾ ഇവൻ എന്ത് ആവശ്യം പിടിക്കുക? ഞാനില്ല, നിങ്ങൾ പറഞ്ഞ് കണ്ടുമാരി കൂട്ടിക്കൊളി. എന്തേ? മുതലിനോട് ആത്മാർത്ഥത പുലർത്തുന്നില്ലേന്ന് തോട്ടക്കാരൻ തോന്നിയപ്പോൾ, അങ്ങനെ അയാൾക്ക് ആത്മാർത്ഥം ഇല്ലെങ്കിൽ നയിച്ചുണ്ടാക്കി പൈസ വാങ്ങേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, അയാൾക്ക് ആവശ്യമുണ്ടെങ്കിലേ എനിക്കും ആവശ്യമുള്ളൂ എന്ന ധാരണയാണ് ആർക്ക്? എന്താ അയാൾക്കാണ് ചിന്ത വരാൻ കാരണം? അവസാനത്തെ തെങ്ങും ഉണങ്ങണ വരെ മറ്റും പണി എടുക്കും. എന്തുകൊണ്ട്? അവന് കൂലിയിട്ടണമെന്നുള്ളൂ. പിന്നെ എന്തല്ല കൂലിയിട്ടണമെന്നല്ല, മുതൽ നിലനിൽക്കണമെന്നാണ്. അന്ന് മുതലാളി പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ ഇനി ഒരു ദിവസമല്ലാതെ വരും, പോരെ? നിങ്ങൾ പറഞ്ഞ ഉറപ്പാണോ? ഉറപ്പാണ്. വരും. ആ ആഴ്ചയിലല്ലടാ, ഞാൻ ദിവസം നേരം വിളിച്ചിട്ട് ഞാൻ ഓഫീസ് പോകണമെന്ന് തോട്ടത്തിൽ വരും. എനിക്ക് മതിയാവേ? മതി. മനസ്സിലായി? ഈ തോട്ടത്തിനെ വരുമാനം എടുക്കാം, ബനല്ല വരുമാനം എടുക്കാം മുതലാളിക്ക. എന്നിട്ട് ഒരു ആത്മാർത്ഥമാണത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ പണിയെടുക്കാനില്ല, ഇരിക്കാനത്തെ കൂലിന്റെ ആവശ്യമില്ല. നിങ്ങൾ വണ്ടി വിടി, നിങ്ങൾ വേറെ നോക്കി പറയല്ലേ? അങ്ങനെ പറയുന്നവരില്ലേ? അങ്ങനെ പറയുന്നവരില്ലേ? ഉണ്ട്. എന്തുകൊണ്ട്? ആ മുതലിനോട് അയാൾക്കുള്ള ആത്മാർത്ഥ. അപ്പോൾ അയാൾ ആക്ഷേപിച്ച് ചീത്ത പറഞ്ഞാലും ചിരിച്ചു കേൾക്കും. എനിക്കൊക്കെ ഒരു മനുഷ്യനാണോ? എനിക്കൊക്കെ എന്തിനാ പഠിച്ച മുതലെന്ന് നേരെ മുതലാളിനോട് ചോദിച്ചാൽ വേറെയുള്ള തൊഴിലാളിക്ക് പേടിയാവും. അയാൾ ഇപ്പൊ വെട്ടിക്കൊല്ലും തോന്നും. മുതലാളി ഒന്നും ചെയ്യൂല, മുതലാളി ചിരിക്കും. എന്തുകൊണ്ട്? അവനാ പറഞ്ഞതൊക്കെ ആത്മാർത്ഥതയാണ്. ഇയാളെ മുതലിനോട് ഇവരുടെ ആത്മാർത്ഥതയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക. അതന്നെ. ഒരു പരിധി വിട്ടങ്ങനെ വിഷയമില്ല. നമുക്ക് പരിധി വിടൂല്ല. നമ്മൾ ദുനിയാവ് പരിധി വിട്ടു. മൂസാനബിക്കിനെ ബേജാറായി. എന്ത് ദ്വാരക്ക് മൂസാനബിന്നെ ഫത്തുവന്റെ കാഫറാവോന്ന് ഫത്തുവന്റെ പോക്കറ്റിലിട്ട് പായാണ്. അപ്പൊ അള്ള പറഞ്ഞത് വിട്ടയാളെ, ഞാൻ അയാളെ പിന്നാലെ കൂടണ്ട. മനസ്സിലായില്ലേ? ചിന്തിക്കുന്ന അയാൾ എന്റെ മേലേക്ക് ശരിയാ. അയാൾ ദുആ എന്നെ ചിരിപ്പിക്കും. ഞാൻ ആ ദുആ കേട്ടപ്പോ ചിരിച്ചുപോയി. അപ്പൊ ഞാൻ എന്തായി? ആ ചിരി കൊണ്ട് പെയ്തതാണ് മഴ. മനസ്സിലായില്ലേ? അറിയിച്ചതാണ് ആർക്ക്? ആർക്ക്? സയ്യിദുനാ മൂസ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹിക്മത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. പടച്ചോന്റെ അടിമേക്കും. വാക്ക് തെറ്റിയാലും നീ ജയിക്കും, മറ്റേ വാക്ക് ശരിയാവും. പടച്ചോനെ സ്വീകരിക്കില്ല. എന്തുകൊണ്ട്? വാക്കേ നന്നായിട്ടുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ വലല്ലാഹിൻ വല തജ്വീദിന് തെറ്റില്ല. പക്ഷെ ഒരു വട്ടം പോലും തജ്വീദല്ലാതെ പടച്ചോന്റെ കൽബിലുമില്ല. തജ്വീദൊക്കെ ക്ലിയറുള്ള ഒരാൾ ഒരു മാനായ മനുഷ്യനെ കാണാൻ പോയി. ഞങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടാക്കാട്ടാ. തജ്വീദൊക്കെ നല്ല ഉഷാറുള്ള ഒരാൾ, ഒരു ആലിം, ഒരു മാനായ മനുഷ്യൻ്റെ ഒരു മരുഭൂമിൻ്റെ അങ്ങേ ഭാഗത്തുണ്ട് പറഞ്ഞപ്പോൾ കാണാൻ പോയി. അവിടെ ചെന്നു. മഗ്‌രിബിനാണ് എത്തിയപ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ പോകാനും കഴിയില്ല. അവിടെ എത്തി പിന്നെ കാണുമ്പോൾ ഒരു നാടനാക്കാം. മരുഭൂമി അങ്ങേ തലക്ക് ഇങ്ങനെ കൂടിലും കെട്ടി പാർക്കുന്നുണ്ട്. അപ്പോഴത്തേനും മഗ്‌രിബിൻ്റെ സമയമായി, അസ്തമിച്ചു. എന്നാൽ മഗ്‌രിബ് നിസ്കരിക്കണം. മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി ഇയാൾ മൂലയിലോട് പറഞ്ഞു, നിങ്ങൾ ഇമാമത്തേക്ക്. ആ മൂലയിൽ ഇമാമത്തൊന്നുമില്ല, വലിയ വലിയ മനുഷ്യരെത്തി ഞങ്ങൾ ഇമാമക്കി എന്ന് പറഞ്ഞു. മൂലയിൽ മോമുമായി ഈ പറഞ്ഞ നാടൻ ഇമാമായി. ബിസ്മി മുതൽ അവസാനത്തെ വലല്ലാഹിൻ വരെ തെറ്റോട് തെറ്റ് ഒക്കെ തെറ്റ്. തജ്വീദ് മുഴുവൻ തെറ്റ്. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ഹസറയോമി, എൻ്റെ അന്നത്തെ ദിവസം നഷ്ടം. ഈ ജാതിയിൽ പടുജാഹിലിനെ കാണാനാണല്ലോ ഞാൻ വന്നത്. ഒരൊറ്റ ആയത്തും ക്ലിയറില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകാനും പറ്റില്ല. മരുഭൂമി സിമാണ്ടാണ്, മരുഭൂമിയാ. ഏതായാലും നേരം വിളിക്കണവരെ ഇയാൾക്ക് പറ്റിയെന്ന് പറഞ്ഞ് ഇവിടെ കൂടാലോ. നേരം വിളിക്കലോട് കൂടെ ഇവിടുന്ന് പായണം. കാരണം ഈ ജാഹിലിന് വേണ്ടി ഞാൻ എൻ്റെ ദിവസം കളഞ്ഞല്ലോ എന്ന് ആലോചിച്ചു. അപ്പൊ ഇയാൾക്ക് വിയർത്ത് കുളിച്ച് വന്നതാ, മരുഭൂമി നടന്ന് കഷ്ടപ്പെട്ട്. അപ്പൊ ഇയാൾ ചോദിച്ചു, ഇനി ഉള്ള നേരം കുളിച്ചും മുളിച്ചൊക്കെ കാര്യം ചെയ്തു. തൊരീക്കത്തും ആക്കിക്കത്തൊന്നും ഇയാളോട് ചോദിക്കാനില്ല. ഞങ്ങൾക്ക് ഒരു കത്തും ഇയാളോട് ചോദിച്ചിട്ട് കാര്യമില്ല. തരിയുള്ള കത്തും തരില്ലാത്ത കത്തും ഇയാളോട് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എന്തായിന്നറിയോ? അതിങ്ങനെ കുറെ നേരം ഇരുന്ന് ഞാൻ കുളിക്കാൻ വിചാരിച്ച വിളിച്ച് എനിക്ക് കുളിക്കേണ്ടി. അവർ എങ്ങനെ ലേശം നടന്നാൽ അവിടെ ഒരു വെള്ളച്ചാലുണ്ട്, അതിന് കുളിച്ചാളാം. ഞാൻ അവിടുന്ന് വിളിക്കല്. ഇയാൾ വെള്ളച്ചാലിന്റെ അടുത്തേക്ക് എത്താൻ നോക്കുമ്പോൾ സിമണ്ട് മരണോണ്ട് ഇങ്ങനെ ഇയാൾ പാഞ്ഞിട്ട് നേരെ ഈ പറഞ്ഞ അവരിയപ്പാപ്പ നാടങ്ങാക്കാൻ എടുത്തു എന്നാണ് പറഞ്ഞു. എന്തേലും പറ്റിയ സിമന്റ് വൈകിട്ട് ഞാൻ പാഞ്ഞ സിംഹ പോയോ? ഇയാളും കൂട്ടി മൂലയും കൂട്ടി ഇയാൾ പോയി.
സിംഹത്തിൻ്റെ സിംഹം അവിടെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അലസ്തുൽ ഖുൽതലക് ലാ തംനഅതുരിക വൈഫി, എൻ്റെ വിരുന്നുകാരുടെ വഴി മുടക്കരുത് ഞാനോട് പറഞ്ഞില്ലേ? മര്യാദക്കണോ? ജിന്നോട് കളിച്ചാൽ ഞാൻ ഈ കാട്ടിന് ഞാൻ വിടും, പിന്നെ എനിക്ക് ഈ കാട്ടിൽ കയറാൻ കഴിയും. അപ്പോൾ സിംഹം വാലാട്ടി നേരെ തിരിച്ചു, നീ കുളിച്ചാളാം, നീ ശല്യം ഉണ്ടാവില്ല, ഒരു തിരിഞ്ഞില്ല. മനസ്സിലായില്ല? മറ്റത് ചെവി ചെയ്ത് ക്ലിയറാ, ഇയാൾക്ക് അല്ല ക്ലിയറാ. നിങ്ങളെൻ്റെ കൂടെ അല്ല, ഇയാൾക്ക് മൂല്യ കാക്കാക്ക് 12 വയസ്സിൽ തുടങ്ങിയ നിസ്കാരം ഇതുവരെ അള്ളാനെ ചിന്തിച്ചിട്ടില്ല. നിസ്കാരം ഇങ്ങനെ എണ്ണം കണക്കാക്കി വെച്ചു. ഓരോ നിസ്കാരം മക്കത്ത് പോയപ്പോൾ ഒരു റക്കാത്തിന് 1,00,000 റക്കായത്തിൻ്റെ കൂലി. മറ്റേ മക്കത്ത് പോയിട്ടില്ല, മുക്കത്ത് തരുന്ന ദ്വാരക്കുക. നാടൻ്റെ മുക്കത്ത് ദ്വായാണ് മറ്റേ മക്കത്ത് ദ്വായനേക്കാൾ നല്ലത്. പുറത്തു പറയണ്ട, ഞാൻ അടുത്തൊരു ട്രോൾ നിങ്ങൾക്കൊരു അവസരം തരിക. ചിലപ്പോൾ മക്കയേക്കാൾ നല്ലത് മുക്കായിരിക്കും. കൽബിൽ അള്ള അല്ലെങ്കിൽ കൽബിൽ അള്ളല്ലാത്തൊരുത്തനും അവിടെ ജനിച്ചിട്ടുണ്ടടാ. അബൂജഹല് ഓനേക്കാൾ നല്ലത് മക്കൻ ജീവിതത്തിൽ കാണാത്ത പാത്തുമതാത്തെയാണ് മുക്കത്തെ. ഓൻ സഫാക്കുന്നിൻ്റെ താഴെ വരെ ജനിച്ചത്. ആര് പറയടാ? ആര് ഇയാൾ വിടാനുള്ള ഭാവമില്ല, ഞാൻ വിടാനുള്ള ഭാവമില്ല. ഞാൻ കരുതി കൂടി പറഞ്ഞ വാക്ക, ഞാൻ കരുതി കൂട്ടിയാ പറഞ്ഞത്. ഞാൻ അവിടെ തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ കൽബിൽ അള്ളാഹു ഇല്ലെങ്കിൽ മക്കത്തിന് കാര്യമില്ല. മനുഷ്യൻ്റെ കൽബിൽ അള്ളാഹു വേണം. ഒരു കോടി റക്കാത്ത് സ്കെച്ചിട്ടും കാര്യമില്ല, ഒരു കോടി റക്കാത്ത് സ്കെച്ച് കാര്യമില്ല. ഒരു റക്കാത്തിന് മേലെ ഉണ്ടാവും നിൻ്റെ കൽബിൽ ആരുണ്ടെങ്കിൽ, അള്ളാഹു ഉണ്ടെങ്കിൽ. അള്ളാഹുവിന് നീ സ്വന്തമാകുക. നിനക്ക് സ്വർഗം നൽകുന്ന ലക്ഷ്യമല്ല, നിന്റെ ലക്ഷ്യമാര് മാത്രം അള്ളാഹ്. ഒല മഖ്സൂദുഹും ജന്നാത്തു അദ്നി. പിന്നെന്താ മക്കം? ഒല മഖ്സൂദുഹും ജന്നാത്തു അദ്നി. അള്ളാഹിൻ്റെ ആരിഫീങ്ങൾക്ക് സ്വർഗം പോലും ലക്ഷ്യമല്ല. പിന്നെന്ത്? അവർക്ക് ആര് മാത്രം ലക്ഷ്യം? അള്ളാഹിനെ മാത്രം, വേറൊരാൾ ലക്ഷ്യമില്ല, ഒന്നും ലക്ഷ്യമില്ല. അള്ളാഹു റസൂലല്ലാത്ത ഒന്നും അവർക്ക് ലക്ഷ്യമില്ല. അവരെ കൂടെ ആരുണ്ടാവും? അള്ളാഹു ഉണ്ടാവും. അവർ പാഴൂര് കിടന്നുറങ്ങിയാൽ അവിടേക്ക് അവിടെ അള്ളാഹ് നോക്കും, റസൂൽ വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ റസൂലുള്ളാഹിന്റെ നോട്ടത്തിന് പുറത്തേക്ക് അവർ പോകുന്നില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ഇന്നലെ ദുആ ചെയ്തത് പഠിച്ചോനെ, എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കബറിലേക്ക് മുത്തുനബി ഒന്ന് നോക്കണേന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മതി, ഇനിയൊന്നും വേണ്ട, ഒന്നും നോക്കണം, ഇല്ലാതെ നടത്താൻ ഒറ്റ നോട്ടം നോക്കിയാൽ മതി. ഇവിടേക്ക് റസൂൽ നോക്കിയാൽ മതി. ഇവിടേക്ക് മദീനയിലെ രാജകുമാരൻ ഇവിടേക്ക് നോക്കിയാൽ മതി, ഒറ്റ നോട്ടം. ലാ യശ്ഖാ ബഅദഹാ അബദാ. പിന്നെ ആ വ്യക്തി ദോഷിയാവില്ല. മദീനയിലെ റൗദത്ത് ഷരീഫ് കിടക്കുന്ന ലോകത്തിൻ്റെ രാജകുമാരൻ ഒരു നോട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. വിചാരിച്ച അതേ മദീനയിൽ തന്നെയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെയും കുഴിച്ചിട്ടുള്ളത്. അവന് വേണ്ടി നിങ്ങൾ 70 വട്ടം മുറുക്കലിനെ തേടിയാലും ഞാനൊരു പുറത്തുകൊടുക്കൂല അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഓനെ കുഴിച്ചിട്ടതും മദീനയിൽ തന്നെയാണ്. ഒരു കൽബിന് വേണ്ടത് ആ കൽബിൽ ആരുണ്ടാകലാണ്? അള്ളാഹു റസൂൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. തല കൊടുത്ത് ചിന്തിച്ചോ, ഇല്ലെങ്കിൽ നാളെ കുടുങ്ങും. തല കൊടുത്ത് ചിന്തിച്ചോ. എന്തെങ്കിലും ദേഷ്യത്തിൻ്റെ പേരിൽ വെറും വർത്തമാനം പറയണ്ട. എന്തെങ്കിലും ദേഷ്യം വലുതുണ്ടാവും. അതിൻ്റെ പേരിൽ വെറും വർത്തമാനം പറഞ്ഞാൽ നാളെ കുടുങ്ങും. മോമിനായ മനുഷ്യന് 2 ആളേ ഉള്ളൂ, അള്ളാഹുവും പറയും അള്ളാഹു റസൂൽ മാത്രം. എന്തിനു ഒഴിവാക്കും? ഇവരെ ഒഴിവാക്കൂല, 2 ആളെ ഒഴിവാക്കൂല. ആരെയും ഒരാളും പേരും ഹക്കാണ്, മറ്റേ ആളും പേരും ഹക്കാണ്. മൻ റആനി ഫഖദ് റഅൽ ഹഖ്. എന്നെ ഒരാൾ കണ്ടാൽ അയാൾ ഹക്കിനെ കണ്ടു. ഹക്ക് കാണാളല്ലോ, ഹക്ക് കേൾക്കാളല്ലേ. എന്താ പറഞ്ഞേ? من رآني فقد رأى الحق ومن ما رآني ولكن رأى من رآني فقد رأى الحق. ഒരാൾ എന്നെ കണ്ടില്ല, എന്നെ കണ്ടവനെ കണ്ടു, അവൻ ഹക്കിനെ കണ്ടു. ومن ما رآني وما رأى من رآني. നീ കണ്ടില്ല, പറ, എന്നെ കണ്ടോരും കണ്ടില്ല, പക്ഷേ ഫഖദ് റആ മൻ റആനി. എന്നെ കണ്ടോരെ കണ്ടു, എന്നാലും ഹക്കിലെത്തും. മക്കത്തോ അബൂജഹൽ ജനിക്കും, മദീനത്തോ അബ്ദുല്ലാഹി ഇബ്നു ജനിക്കും. ഹക്കുണ്ടെങ്കിലോ എവിടെയും റബ്ബിന്റെ കൂടെ ഉണ്ടാവും. എന്റെ അർത്ഥം ഇതിനൊന്നും ഷറഫില്ല എന്നല്ല. ഷറഫ് അള്ളാഹുവിനെയും റസൂലിനെയും നീ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നതിന് മാത്രമാണ്. നീ 1,00,000 റക്അത്ത് നിസ്കരിക്കുക എന്നതല്ല പ്രധാനം. നീ അള്ളാഹു കൽബിലാക്കിയിട്ട് ഒരു അല്ലാഹു അക്ബർ എന്ന് പറയലാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഓർമ്മയാണ് തൽക്കാലം ഇവിടെ അവസാനിച്ചത്. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു എല്ലാ സുഖവും നൽകി.
മനസ്സിലായില്ലേ? ഒരു സുഖം ഉണ്ടായിട്ടുണ്ട്, നമുക്കൊരു സുഖവും നൽകിയിട്ടില്ല, ഒരു സുഖം ഇല്ലായില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തന്നതിന്റെ 10% സുഖം അല്ലാഹു തആല നമുക്ക് തന്നിട്ടില്ല. നമ്മൾ എന്താ പറയണേ? റബ്ബന ആതിന പറയരുത്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ ഹസനത്ത് തരണം പഠിച്ചോനേനാ എന്നയും പറഞ്ഞത് അല്ലാഹു തആല ഇബ്രാഹിം നബിയുടെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? ലഖദ് ആതൈനാഹു ഫിദ്ദുനിയ ഹസന, ഞാൻ അങ്ങോട്ട് കൊടുത്തു ദുനിയാവിലേനാ. നമ്മൾ അല്ലാഹുവിനോട് പറയണ എന്താ? പറ മോനെ, നമ്മൾ അല്ലാഹുവിനോട് പറയണത് അല്ലാഹുവേ നീ എനിക്ക് ദുനിയാവിൽ ഹസനത്ത് തരണമേ. ഇബ്രാഹിം നബിക്കോ തരണമേ എന്നല്ല, വലഖദ് ആതൈനാഹു ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ എല്ലാ സുഖവും കൊടുത്തു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, ആഖിറത്തിൽ സ്വാലിഹീൻ കൂട്ടത്തിലുമാണ്. എന്റെ 90 വയസ്സാകുമ്പോ 19 വയസ്സായ ഭാര്യ ഇപ്പത്തെ കാണാൻ കൊണ്ടിറക്കല്ല, ഒരു കൊല്ലം കൊണ്ട് കുട്ടി ഉണ്ടായിട്ടുണ്ട്. കുറുക്കനെ ആമ കിട്ടിയ മാതിരി കൊണ്ടിറക്കല്ല. ഞാൻ അങ്ങനെ വിചാരിച്ചു ഈ തൊണ്ടനെന്തിന് 19 വയസ്സായ പെണ്ണിനെ കിട്ടിയിട്ട് കാര്യം? എടോ, കുറുക്കനെ ആമ കിട്ടിയ മാതിരി കൊണ്ടിറക്കല്ലടോ. 10 മാസമായ പെണ്ണ് വിസരിച്ചിട്ടുണ്ട്. പറഞ്ഞ സുഖത്തിന്റെ സുഖം. എന്നിട്ട് എന്റെ പറഞ്ഞേ ഉറക്കപ്പാറയടാ, ദുനിയാവിലെ എല്ലാ സുഖവും സ്വന്തം നേട്ടവും കൊടുത്തു. അള്ള പറഞ്ഞ എല്ലണ്ടോ ഒക്കെ എന്താണ് ഉള്ളിലുള്ളത് ഒക്കെ. പിന്നെ ആഖിറത്തിൽ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ്. ഞാൻ എവിടെ ദുനിയാവുമായി സുഖവും അവിടെ ഇവിടെ സുഖം അവിടെ സുഖം. പഴയ കാലത്ത് കാറിൽ എഴുതി വിടും, എനിക്കിവിടെ സുഖം തന്നെ, അങ്ങനെ അവിടെ നിങ്ങളെയും വിചാരിക്കുന്നു. അപ്പൊ കാറിൽ വന്നപ്പോ പോസ്റ്റ്മാന് ഇതും കൊണ്ട് പോകുക, പോസ്റ്റ്മാൻ പോവുക. അപ്പൊ അയാള് ഇത് 5 കിലോമീറ്റർ അപ്പുറം നടക്കണം. അപ്പൊ അയാൾ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഇതൊന്ന് വായിച്ചു നോക്കി. എന്ത്? എനിക്കിവിടെ സുഖം തന്നെ, നിങ്ങൾക്കും അവിടെ സുഖമാണെന്ന് വിചാരിക്കുന്നു, ശേഷം മുഖതാവിൽ കാണാം, അസ്സലാമു അലൈക്കും. അപ്പൊ ഇയാൾ ഇങ്ങനെ ആലോചിച്ച് അയാൾക്ക് ഏതായാലും അവിടെ സുഖം, ഇയാൾക്കോ ഇവിടെ സുഖം. പിന്നെ ഈ 5 കിലോമീറ്റർ ഞാനാകെ സുഖമില്ലാതെ വെയിലും കൊണ്ട് ഏതായാലും രണ്ടൊക്കെ എന്താണല്ലോ. അയാള് കണ്ട കൈത്തോട്ടിക്ക് കാർഡ് ചീന്തിട്ട് അയാൾ പിന്നെ മടങ്ങി പോകുന്നതാണ് എന്നോട് ഒരാൾ പറഞ്ഞ പഠിത്തം. കിതാബ് എവിടെ ചോദിക്കരുത്. അപ്പൊ ചിന്തിക്ക്, ഇബ്രാഹിം നബിക്ക് ഇവിടെയും സുഖം അവിടെയും സുഖം, നമുക്ക് ഇവിടെയും സുഖമല്ല അവിടെയും സുഖം. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇവിടെയും സുഖം അവിടെയും സുഖം. എന്തേ ഇബ്രാഹിം പണിയെടുത്തത് ആർക്കാ? അല്ലാഹ്. സ്വർഗല്ല, നരകല്ല, നരകം. മനസ്സിലായില്ലേ പറഞ്ഞത്? അതൊക്കെ അള്ളാഹുവിനെ, നമ്മൾ അള്ളാഹുവിന്റെ ആളായാൽ അള്ളാഹു തന്നെ അത്വയ്യത്താണ്. അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. അത് അള്ളാഹുവിന്റെ അത്വയ്യത്താണ്. അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മെ ബോധമുള്ളവരിൽ പെടുത്തട്ടെ.